ഇപ്പോൾ CPIM നേതാവ് കെ അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. അനിൽകുമാർ, നോക്കൂ, തമിഴ്നാട് ഗവർണർക്ക് വൻ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ബില്ലുകൾ ഇത്തരത്തിൽ അനധികൃതമായി പിടിച്ചുവെക്കുന്ന നടപടിയെ രൂക്ഷഭാഷയിലാണ് സുപ്രീം കോടതി വിമർശിച്ചത്. സഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർക്ക് വീറ്റോ അധികാരമില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞു വെക്കുന്നു. ഗവർണർ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ ഗവർണർമാർ നിയമസഭകളെ വെല്ലുവിളിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വ്യക്തിപരമായി ഗവർണർ ചെയ്യുന്ന കാര്യം എന്ന നിലയ്ക്കല്ല സുപ്രീം കോടതി ഇക്കാര്യം കൈകാര്യം ചെയ്യേണ്ടത്. കൃത്യമായ മാർഗനിർദ്ദേശം ഉണ്ടാക്കണം. ഭരണഘടനയിലെ ഒരു ഗ്രേ ഏരിയയാണ് ഒരു നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ഗവർണർക്ക് അധികാരമുണ്ടോ, രാഷ്ട്രപതിക്ക് അധികാരമുണ്ടോ? ഈ ചോദ്യം സുപ്രീം കോടതിയുടെ മുന്നിൽ വന്ന് 4 കൊല്ലമായിട്ടും അത് തീർപ്പാക്കാനായില്ല എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഭാഗത്തുള്ള അനുചിതമായ നിലയാണ്. പല ഘട്ടത്തിലും ശക്തമായ മുന്നറിയിപ്പുകൾ സുപ്രീം കോടതി നൽകി എന്നുള്ളത് വസ്തുതാപരമായി ശരിയാണ്. പക്ഷെ മുന്നറിയിപ്പുകളുടെ കാലമെല്ലാം കഴിഞ്ഞു. ഇക്കാര്യത്തിൽ നിയമപരമായ വ്യക്തതയാണ് ഉണ്ടാകേണ്ടത്. നിയമസഭ പാസാക്കിയ ഒരു നിയമം ഇല്ലാതെയാക്കാൻ രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമുണ്ടോ? ഗവർണർക്ക് വീറ്റോ അധികാരമുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ല. എന്താണ് ഭരണഘടന പറയുന്നത്? അത് പറയാതെ സുപ്രീം കോടതി വിമർശിച്ചു എന്നുള്ളത് സ്വാഗതാർഹമാണെങ്കിലും വിമർശനത്തിലല്ല വേണ്ടത്, ഇനി നടപടിയിലേക്കാണ് വേണ്ടത്. എന്തിനും ഒരു അതിരുണ്ട്, അവസാനമുണ്ട്, അതിലേക്ക് പോകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നടപടിയാണ് വേണ്ടത്. നോക്കൂ, കേരളത്തെ സംബന്ധിച്ചും ഇത്തരത്തിലൊരു സാഹചര്യം മുൻപുണ്ടായിരുന്നു. കേരളത്തിന്റെ ഇത്തരത്തിലുള്ള ബില്ലുകൾ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഈ തരത്തിൽ പിടിച്ചുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമായിരുന്നു ഗവർണർക്ക് ഉണ്ടായിരുന്നത്. ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ബില്ലുകൾ കൊണ്ടുവരുന്നത്. അത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാലും ഇത്തരത്തിൽ പിടിച്ചുവെക്കാനുള്ള യാതൊരു അധികാരവും ഗവർണർക്ക് ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അതെ, അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കേരള ഗവർണറുടെ നിലപാട് എന്താണ്? എന്റെ ജോലിക്കാരോടാണ് സുപ്രീം കോടതി പറഞ്ഞത്, എന്നോടല്ല, എന്റെ സെക്രട്ടറിയോടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന പ്രകാരം ഗവർണർക്കും രാഷ്ട്രപതിക്കും കൊടുത്തിരിക്കുന്ന ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. അതിനെ സംബന്ധിച്ച് പോലും മനസ്സിലാക്കാതെ സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്ന ശബ്ദങ്ങൾ ഇവിടുന്ന് വന്നു കഴിഞ്ഞു. അത്തരമൊരു പശ്ചാത്തലത്തിൽ കോടതികൾ അറച്ചു നിൽക്കാൻ പാടില്ല. വിമർശനങ്ങളിൽ നിന്ന് നടപടികളിലേക്ക് കോടതികൾ നീങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരള സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നിയമം തിരിച്ചയക്കുന്നു അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്നുവെന്ന് രാഷ്ട്രപതി തീരുമാനമെടുത്താൽ അതുകൊണ്ട് അത് അവസാനിക്കുമെന്നുള്ളതാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിയമസഭ എന്തിന്? നിയമസഭ പാസാക്കിയ നിയമം രാഷ്ട്രപതി കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ രാഷ്ട്രപതി മാത്രം മതിയല്ലോ. അതുകൊണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത നിലയാണ് ഇക്കാര്യത്തിലുള്ളത്. തങ്ങളുടെ മുന്നിൽ ഈ വിഷയം എത്തിയിട്ടും ജമ്മു കാശ്മീർ വിഷയത്തിലെടുത്ത നിലപാട് പോലെ അഴകുഴമ്പൻ നിലപാടുകൊണ്ട് കോടതികൾ നിലകൊള്ളുന്നത് ഉചിതമല്ല എന്ന് തന്നെ ഈ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയണം. ശരി, നന്ദി ശ്രീ കെ അനിൽകുമാർ പ്രതികരിച്ചിരുന്നു.